മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അതെ, ഈ വീഡിയോന്റെ തമ്പനയിൽ കണ്ടുവന്നതാവും നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും എന്നുള്ള ഈ തമ്പനയിൽ കണ്ടുവന്ന മക്കളെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണാണ്ടെയാണ് നാളെ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ അഡപ്പടലം മുഞ്ചും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കുടുങ്ങി പോകട്ടോ. അപ്പൊ ശ്രദ്ധിക്കണേ മക്കളെ, ഈ വീഡിയോ നിങ്ങൾ കാണണേ. കാര്യം ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് SSLC എക്സാം എഴുതുന്ന കുട്ടികൾ പലരും എക്സാം ഹാളിൽ നിന്ന് വിട്ടു പോകുന്നതിന് ശേഷം നിരാശരായി മടങ്ങുന്നത്. സോ ആ ഒരു നിരാശ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളക്കര ഇന്നേ വരെ കാണാത്ത ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കാണാം മക്കളെ, എങ്ങനെയാണ് SSLC എക്സാമിന് ടൈം മാനേജ് ചെയ്യേണ്ടത്. നോക്കുന്നോള്, ഇംഗ്ലീഷ് എക്സാമിന് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. ടൈം മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും കൊടുക്കും. വാച്ച് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. വാച്ച് ഇല്ലെങ്കിൽ, എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് വാച്ച് ഇല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാനേ പറ്റൂല. കാണാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇവിടെ നോക്കൂ, നിങ്ങൾ 1 മുതൽ 9 വരെ നിങ്ങൾക്ക് പാരഗ്രാഫിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പോയത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. 9 മാർക്ക് അവിടെ കിട്ടും അല്ലെ. നോക്കൂ, നിങ്ങൾ 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന അപ്രീസിയേഷൻ എഴുതാനായിരിക്കും. നാളത്തെ എക്സാം ആട്ടോ. ടോട്ടൽ നിങ്ങൾക്ക് 2.5 മണിക്കൂർ എക്സാം ആണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വായിക്കുക. ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വായിക്കാൻ മാത്രമല്ല, ശ്രദ്ധിച്ച് കേട്ടോളൂ. കൂൾ ഓഫ് ടൈം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആൻസർ അല്ലേ, പാരഗ്രാഫിന്റെയും 1 മുതൽ 9 വരെ അല്ലേ, അത് ആദ്യം തന്നെ തൊടാൻ നിൽക്കരുത്. അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ടൈം ഒരുപാട്, ഒരു പക്ഷെ അതെങ്ങാനും ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള നമ്മളെ പ്രയാണം കംപ്ലീറ്റ് ടഫ് ഫീൽ ആയിരിക്കും. സോ അത് നിങ്ങൾ ആദ്യം തൊടേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ സെക്കൻഡ്ലി നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് അപ്രീസിയേഷൻ എഴുതാനാണ്. മക്കളെ, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്രീസിയേഷന് ഏത് കവിത വന്നാലും അപ്രീസിയേഷൻ എഴുതാനുള്ള ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഇനിയും കാണാത്തവരാണോ നിങ്ങളെങ്കിൽ അടിയിലുള്ള ഷോർട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പൊ മക്കളെ, അപ്രീസിയേഷന് 5 മാർക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. 3ാമത് നോക്കൂ, നിങ്ങൾ 11 മുതൽ 15 വരെ എക്സ്റ്റേണൽ പാരഗ്രാഫ് ആണ് 5 മാർക്കിന്. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം, ഇതിന് ടൈം ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട്. 16 മുതൽ 17 വരെ നെറേറ്റീവ് റിവ്യൂ റൈറ്റപ്പ്. നെറേറ്റീവ് റിവ്യൂ ഏതെങ്കിലും 2 തരുള്ളൂ. ഒരു പക്ഷെ അവിടെ റൈറ്റപ്പ് തന്നേക്കാം. ശ്രദ്ധിക്കണേ, ഒരു പക്ഷെ അവിടെ റൈറ്റപ്പോ അല്ലെങ്കിൽ നെറേറ്റീവ്, അല്ലെങ്കിൽ റിവ്യൂ ഓർ നെറേറ്റീവ്, അല്ലെങ്കിൽ നെറേറ്റീവ് ഓർ റൈറ്റപ്പ്, ഇങ്ങനെയാണ് ചോദിക്കല്. മക്കളെ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 7 മാർക്കാണ് അവിടെ കിടക്കുന്നത്. ക്ലിയർ. അത് നോക്കൂ, 18 മുതൽ 20 വരെ. ശ്രദ്ധിക്കണേ, 18 മുതൽ 20 വരെ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതിൽ ഏത് എഴുതണം എന്നുള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം കേട്ടോ. അതാണ് കൂൾ ഓഫ് ടൈമിൽ. ഇതിൽ നെറേറ്റീവ് എഴുതണോ അല്ലെങ്കിൽ റിവ്യൂ എഴുതണോ, ഇത് നമ്മൾ കൂൾ ഓഫ് ടൈമിലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന്. അടുത്ത് നോക്കൂ, 18 മുതൽ 20 വരെ ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കല് അല്ലെങ്കിൽ ഡയറി നോട്ടീസ്. ശ്രദ്ധിക്കണേ, 18 മുതൽ 20, 18, 19, 20 മൂന്നും എഴുതണ്ട. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 5 മാർക്ക് വെച്ചിട്ട് 2 10 മാർക്ക് അവിടെ കിട്ടും. ക്ലിയർ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. നോക്കുന്നത് 21 മുതൽ 24 വരെ 4 ഉണ്ടെങ്കിലും 2 എഴുതിയാൽ മതി. ഒന്നുകിൽ ക്യാരറ്റ് സ്കെച്ച്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അല്ലെങ്കിൽ ലെറ്റർ, അല്ലെങ്കിൽ പാരഗ്രാഫ്. നിങ്ങൾ ഇതിൽ ഏത് എഴുതണം എന്നുള്ളത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് എന്ന്. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൽ ഏതെടുക്കണം കൺഫ്യൂഷൻ ആയിക്കാണ്ട് നമ്മൾ പിന്നെ 4 എഴുതണോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ട് ഒന്നും എഴുതാണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കിട്ടാണ്ട് അല്ലെ, ഒന്നിനും പറ്റാണ്ട് ടെൻഷൻ അടിച്ച് നമ്മളെ മാർക്ക് പോയി പോകും. അപ്പൊ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഏത് എഴുതണം എന്ന് സെലക്ട് ചെയ്യേണ്ട ടൈമാണത്. അല്ലാണ്ട് കൂൾ ഓഫ് ടൈമിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പോകരുത് എന്ന്. ക്ലിയർ. ഇനി ശ്രദ്ധിച്ചോളൂ, 25 മുതൽ 30 വരെ നിങ്ങൾക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണ പ്രൊഫൈല്, അത് പ്രൊഫൈൽ ഇപ്പോ ഈ ഇടയായിട്ട് പ്രൊഫൈൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഒരു കാറ്റഗറൈസ് ചെയ്ത് തരുന്നില്ല. പ്രൊഫൈൽ സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ട് 5 മാർക്ക്. അത് നമുക്ക് സെറ്റ് ആയിരിക്കും. പിന്നെന്താണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ബോക്സ് തന്നുണ്ട്, അതിനൊരു 5 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കോ അല്ലെ. പ്രൊഫൈലിന് ഒരു പക്ഷെ 6 മാർക്ക് ഇട്ടേക്കാം അല്ലെ. പിന്നെ എക്സ്റ്റേണൽ ബോക്സിന്റെ 5 മാർക്കും, പിന്നെ ഗ്രാമറിന്റെ ഭാഗമാട്ടോ 31 മുതൽ 36 വരെ അതിനൊരു 21 മാർക്കും. അങ്ങനെ ടോട്ടൽ 80 മാർക്കിലേക്ക് മക്കൾ
മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ. 80 കിട്ടലാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? എങ്കിൽ 70 കിട്ടിയാൽ തന്നെ എന്റെ മക്കൾക്ക് എന്തെയും A+ കിട്ടും. നമ്മൾ 10ാം ക്ലാസ്സിൽ മാർക്കിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കല് അല്ലെ? നമ്മൾ A+നാണ് സാറെ പ്രയോറിറ്റി കൊടുക്കല് അല്ലെ? അപ്പൊ A+ കിട്ടാൻ 70 മാർക്ക് മതി എന്നുള്ളതാണ്. 72 മാർക്ക് വേണം എന്നുള്ള A+ കിട്ടാൻ വേണ്ടിയിട്ട്. പല ടീച്ചേഴ്സും 70 മതി എന്ന് പറയുന്നുണ്ടെങ്കിലും 72 മാർക്കാണ് നമ്മൾ ഇത്രയും കാലൊക്കെ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഞാൻ ഓരോന്നിനും എത്ര സമയം എടുക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. കണ്ടോളൂ നിങ്ങൾ. 1 മുതൽ 9 വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ വരും. 9 മാർക്കിലെ 9 ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വെച്ചിട്ട് നോക്കൂ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് 5 മാർക്കും പോയം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് 4 മാർക്കും അങ്ങനെ 9 മാർക്ക് നിങ്ങൾക്ക് മക്കളെ നിങ്ങൾ റിലാക്സ് ചെയ്ത് എഴുതാൻ പറ്റും. 15 മിനിറ്റ് എടുത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി? ആൻസർ ചെയ്താൽ മതി. 15 മിനിറ്റ് എടുത്തിട്ട് ഈ 15 മിനിറ്റ് നിങ്ങൾ തുടക്കത്തിൽ എടുക്കരുത്, അവസാനം എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ ക്വസ്റ്റ്യൻ ടഫ് ആക്കാൻ നിൽക്കണ്ട. ഒരു പക്ഷെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നൊക്കെ ചോദ്യം തരും, നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല ആൻസർ ചെയ്തിട്ട്. പക്ഷെ അത് ഇരുത്തി വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ കൂൾ ഓഫ് ടൈമിൽ ഇത് ഇരുത്തി വായിച്ച് സമയം കളയരുത്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാണ് വേണ്ടിയത്, പിന്നീട് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. അത് നിങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെച്ചോളൂ. നോക്കൂ നിങ്ങൾ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല, നമ്മൾ അത് എഴുതിയേ പറ്റൂ. അപ്പൊ അതിന് 15 മിനിറ്റ് സമയം കിട്ടോ മക്കളെ. ഇനി സമയം എങ്ങനെ എഴുതുക ഒരു ഐഡിയ ഇല്ലാണ്ടൊക്കെ എടുത്തിട്ടോ. പിന്നെ കുറെ കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 1 മാർക്കിന്റെ ആൻസർ ഒരു 5-6 വരി അങ്ങനൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 1 മാർക്കിന്റെ ആൻസർ 1 മാക്സിമം 2 വരി. സാർ ചില സമയത്തിന്റെ ഉത്തരം കിട്ടണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ലൈനിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും ഉത്തരമെങ്കിൽ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ എഴുതി വെച്ച് നോക്കുക. അപ്പൊ അതിൽ ഉത്തരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടിയെന്ന് വരും കേട്ടോ. ശ്രദ്ധിക്കണേ, അവസാന ഓപ്ഷൻ ആണത് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കോളൂ. 1 മുതൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ 1 മുതൽ 9 വരെ കഴിഞ്ഞു. 10ാമത്തെ ക്വസ്റ്റ്യന്റെ മക്കൾക്ക് അപ്രീസിയേഷൻ എഴുതാനാണ്. സാറേ ഏത് കവിതന്റെ അപ്രീസിയേഷൻ ആണ് വരിക? ഏത് കവിതന്റെ അപ്രീസിയേഷൻ വന്നാലും നമ്മളെ സംബന്ധിച്ച്, റാൻസിന്റെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. കാര്യം നിങ്ങളുടെ കൂടെ കട്ടക്ക് ഷാഫി സാറുണ്ട്, അക്ഷയ് സാറുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നമ്മൾ ഈ തരുന്ന ഉത്തരം അത് അതുപോലെ എഴുതി വെച്ചാൽ മതി. അപ്രീസിയേഷൻ സെറ്റ് ആണ്. ഏത് കവിത വന്നാലും സെറ്റ് ആണ്. എങ്കിൽ നിങ്ങൾക്ക് പ്രഡിക്ഷൻ വേണോ? പ്രഡിക്ഷൻ വേണമെങ്കിൽ ഇന്ന് നൈറ്റിലുള്ള ലൈവില് എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ ഏരിന്റെ ലൈവിൽ വന്നോളൂ. അപ്പൊ കറക്റ്റ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് കവിതയാണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് സമയം നോക്കൂ നിങ്ങൾ. ഈ ഒരു അപ്രീസിയേഷൻ എഴുതാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം എടുക്കാം കേട്ടോ. 10 മിനിറ്റ് സമയം. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് 1 മിനിറ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല കേട്ടോ. 10 മിനിറ്റ് വേണം നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതേണ്ടത്. ഒരു പുറം മുഴുവൻ എഴുതി വെക്കാനുള്ള സമയമുണ്ട്. ആ ഒരു പുറം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? 10 മിനിറ്റ് കൊണ്ട് എഴുതി വെക്കണം എന്ന്. അടുത്തത് നോക്കൂ നിങ്ങള്. 11 മുതൽ 15 വരെ ക്വസ്റ്റ്യൻ അല്ലെ? ഒരു പുറമേ നിന്നൊരു പാരഗ്രാഫ് തരും. 5 മാർക്കാണ് കേട്ടോ. ഒന്നിന് ഓരോ മാർക്ക് വെച്ചിട്ട് 5 മാർക്കാണ്. ശ്രദ്ധിക്കണേ, 10 മിനിറ്റ് സമയമുണ്ട്. ഇതെന്തിനാ സാറേ ഞങ്ങൾക്ക് 10 മിനിറ്റ്? ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത് ഞാൻ ആവേശത്തിൽ കയറിക്കാണ്ട് 5 മിനിറ്റ് കൊണ്ട് ഉത്തരം എഴുതിക്കാണ്ട് ആ ഉത്തരം തെറ്റിക്കണ്ട. റിലാക്സ് ചെയ്ത് വായിച്ചോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ എഴുതി വെക്കേണ്ട കുറച്ച് സമയങ്ങളാണ്. ഓക്കെ, ആ ആദ്യത്തെ അല്ലെ ഇതിന് പോർഷന് എനിക്ക് എത്ര ടൈമാണ് പറ? 15 മിനിറ്റ് സമയമുണ്ട്. റിലാക്സ് ചെയ്ത് എഴുതിയാൽ മതി. അപ്രീസിയേഷൻ എനിക്ക് 10 മിനിറ്റ് സമയമുണ്ട്. റിലാക്സ് ചെയ്ത് എഴുതിയാൽ മതി. ഈ ഒരു സംഗതി എഴുതാൻ എനിക്ക് 10 മിനിറ്റ് സമയമുണ്ട്. എന്തിന് ഞാൻ എടുത്തോ പിടിച്ചോ വെച്ചിട്ട് വേഗത്തിൽ എഴുതിക്കാണ്ട് ആൻസർ തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്വസ്റ്റ്യൻ ഇരുത്തി വായിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ നിങ്ങള്. 16-17 അല്ലെ? 16-17. പക്ഷെ നോക്കൂ നിങ്ങള്, നരേറ്റീവ് റൈറ്റപ്പ് നോക്കൂ. നരേറ്റീവ് റൈറ്റപ്പ് ഒരു പക്ഷെ ഇതിന്റെ പേര് ഇങ്ങനെ ആവാം. നരേറ്റീവോ അല്ലെങ്കിൽ റിവ്യൂ, അല്ലെങ്കിലോ റൈറ്റപ്പ് ഓർ റിവ്യൂ. പൊതുവെ ഏത് പേരും വരാം. ഇതിൽ എപ്പോഴും ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവലുണ്ട്, നരേറ്റീവ് ഉണ്ടാവലുണ്ട്. ശ്രദ്ധിക്കണേ. ഈ നരേറ്റീവ് എഴുതാൻ അല്ലെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 7 മാർക്കിന്റെ മക്കൾക്ക് കിട്ടും സമയം. ഈ 7 മാർക്ക് മേടിക്കാൻ 15 മിനിറ്റ് സമയമുണ്ട്. റിലാക്സ് ചെയ്ത് വളരെ കൃത്യമായിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെഷർ ചെയ്ത് തരുന്നത്. നോ ടെൻഷൻ. ഈ ഷാഫി സാറും അക്ഷയ് സാറും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് 1 മാർക്ക് പോലും എവിടെയും പോകില്ല. ഈ പ്ലാനിങ്ങിൽ മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ശ്രദ്ധിക്കണേ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 കേട്ടോ. ഈ റെഡിലുള്ളത് ഞാൻ ഓപ്ഷനിലാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ ഈ 2 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. എത്ര സമയമുണ്ട്? 15 മിനിറ്റ്. 7 മാർക്കിന് ആൻസർ ചെയ്താൽ 15 മിനിറ്റ് മൈൻഡിൽ വേണേ. 7 മാർക്കിന് ആൻസർ ചെയ്താൽ 15 മിനിറ്റ് ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് 18 മുതൽ 20 വരെ. 18,
19, 20 അല്ലെ, എല്ലാ കുട്ടികൾക്കും നമുക്കറിയാം. SSLC പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിയാം. ഡയറി നോട്ടീസാണ് എല്ലാവരും പ്രിഫർ ചെയ്യലേ അല്ലെ. പിന്നെ ക്വസ്റ്റ്യൻ മേക്കിങ്ങും നോക്കും നിങ്ങൾ. പക്ഷേ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അത് ഡയറി ആവാം, നോട്ടീസ് ആവാം. അപ്പൊ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ മേക്കിംഗ് എഴുതണം എന്ന് ഒരു നിർബന്ധം ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ആ ക്വസ്റ്റ്യൻ മേക്കിംഗ്? അയ്യോ അത് കിട്ടിയില്ല, ടെൻഷൻ അടിക്കരുത്. ആകെ 2 എഴുതിയാൽ മതി. മറ്റേത് കിട്ടില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചാണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഭയങ്കര ടഫാന്ന് പറഞ്ഞാണ്ട് ബാക്കിയുള്ള ആൻസർ എഴുതാണ്ടിരിക്കരുത് കേട്ടോ. ശ്രദ്ധിക്കണേ, ഈ 2 എഴുതി കഴിഞ്ഞാൽ തന്നെ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ മേക്കിങ്ങിന് പകരം ഒരു പക്ഷേ വരൽ എന്താണ് പറ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയേക്കാം. എന്ത് വന്നാൽ എഴുതി കൊടുക്കാൻ പറ്റുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഷാഫി സാർ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നോക്കൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ പാരഗ്രാഫ് എഴുതാനായേക്കാം ഏതെങ്കിലും കേട്ടോ. പൊതുവെ ഡയറി നോട്ടീസാണ്. ഈ കോമ്പിനേഷന്റെ കൂടുതൽ ഏതെങ്കിലും ഒന്ന് ആഡ് ആയി വരും. എന്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട, ഡയറി നോട്ടീസും ചെന്നാ പിന്നെ എഴുതാം. അതെങ്ങനെ എഴുതണം എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എഴുതി വെച്ചോളൂ. ഇനിയും കാണാത്തവര് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, കാണാം. ഇന്ന് രാത്രിയത്തെ ലൈവിൽ എല്ലാവരും പങ്കെടുക്കാം. നെക്സ്റ്റ് നോക്കിക്കോളൂ മക്കളെ. ഇതിൽ നിന്ന് ആകെ 1 മാത്രം സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ വൈറ്റിൽ കാണുന്ന 3 വരും, 1 സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. സമയം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു നോട്ടീസ് നിങ്ങൾ 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് എടുത്ത് എഴുതിക്കോളൂ. അതുപോലെ ഒരു ഡയറി നിങ്ങൾ 10 മിനിറ്റ് എടുത്ത് എഴുതിക്കോളൂ. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ്സിന്റെ മക്കൾക്കുണ്ടേ. ശ്രദ്ധിക്കണേ, 20 മിനിറ്റ്സ്. ഇന്നേ വരെ കേരളത്തില് ഒരു അധ്യാപകനും ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത്രയും സമയം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ മക്കളെ, മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റൂ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, 10 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടോ. 10 മാർക്ക്. ഇനി നോക്കൂ നിങ്ങൾ, 21 മുതൽ 24 വരെ, 21 മുതൽ 24 വരെ ശ്രദ്ധിക്കണേ. 2 എഴുതിയാൽ മതി. 4 2 നോക്കൂ നിങ്ങൾ. ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ന്യൂസ് റിപ്പോർട്ട് ഉണ്ട്, ലെറ്റർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. ഒരു പക്ഷേ നോക്കൂ, ഒരു പക്ഷേ ഇവിടെ നമുക്ക് സ്പീച്ച് ചോദിക്കാം. 6 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ 6 മാർക്ക് വെച്ച് 2 എഴുതിയാൽ മതി. നോക്കൂ, സ്കിപ്പ് 2. ഈ വൈറ്റിലുള്ള 4 വന്നാൽ 2 സ്കിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 2 എഴുതിയാൽ മതി. അപ്പൊ 6 × 2 ടോട്ടൽ 12 മാർക്ക്. അപ്പൊ സാറ് 6 മാർക്കിന്റെ ആൻസർ എഴുതാൻ എത്ര സമയമുണ്ട് നോക്കൂ. നിങ്ങൾക്ക് 25 മിനിറ്റാണ് 2 എഴുതാനുള്ളത്. അപ്പൊ 1 എഴുതാൻ 12.5 മിനിറ്റ് ഉണ്ടാവുന്നു. മനസ്സിലാവുണ്ടോ? 6 മാർക്കിൻ്റെത് എഴുതാന് 12 മിനിറ്റ്, 7 മാർക്കിൻ്റെത് എഴുതാന് നോക്കൂ നിങ്ങൾ, 5 മാർക്കിൻ്റെത് എഴുതാന് 10 മിനിറ്റ് ആണല്ലെങ്കിൽ 6 മാർക്കിൻ്റെത് എഴുതാന് 12 മിനിറ്റ് ഞാൻ തന്നിട്ടുണ്ട് മക്കളെ. നോ ടെൻഷൻ. അപ്പൊ സാർ 7 മാർക്കിന്റെ 15 മിനിറ്റ് തന്നിട്ടുണ്ട്. വളരെ ആക്യുറേറ്റ് ആയിട്ട് അളന്ന് മുറിച്ചാണ് ഓരോ സമയം തന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരു സമയം പോലും എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പക്കയാണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഇനി ഒന്ന് നോക്കൂ നിങ്ങൾ, 1 × 5 25ാമത്തേത് ക്വസ്റ്റിലെ പ്രൊഫൈൽ എഴുതാനാണ് മക്കളെ. 5 മാർക്ക്. ഈ 5 മാർക്ക് നിങ്ങൾ 5 മിനിറ്റിനുള്ളിൽ എഴുതി പോകണം. വേറെ ഓപ്ഷൻ ഇല്ല. 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈൽ എഴുതി തീർക്കണം. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, അവസാനം 26 മുതൽ 30 അല്ലെ, 26 to 30 അത് പൊതുവെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ബോക്സ് തന്നിട്ട് അല്ലെ, ആ ബോക്സിൽ നിന്ന് ആൻസർ എഴുതാനാണ്. പല കുട്ടികൾക്കും അറിയാം അത് സിമ്പിളാന്ന് അറിയാം. പക്ഷെ ചില കുട്ടികൾ അപ്പോഴും തെറ്റിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മര്യാദക്ക് വായിക്കാണ്ട് അല്ലെ ആൻസർ ചെയ്ത് എന്നിട്ട് അത് തെറ്റും. ദയവ് ചെയ്ത് അതിന് നിൽക്കരുത്. നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം എടുത്തിട്ട് ആലോചിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി. ആവേശം കാണിക്കരുത് ദയവ് ചെയ്തിട്ട്. 10 മിനിറ്റ് റിലാക്സ് ചെയ്ത് വായിച്ചിട്ട് നിങ്ങൾ പക്കാ ആൻസർ കണ്ടിട്ട് ഓക്കെ ആയിട്ട് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേ? നിങ്ങൾ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. യൂസ്ഫുൾ ആണ് ഈ വീഡിയോ എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, then the final one, the grammar session. ശ്രദ്ധിക്കണേ, ഒരു ഓപ്ഷനും ഇല്ല. ഗ്രാമർ സെഷൻ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഈ ഗ്രാമർ പഠിക്കല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ ഗ്രാമർ ഇതുപോലെ വളരെ കൃത്യമായിക്കൊണ്ട് ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തന്നെയാണ് ഇന്ന് കൃത്യം 7:30 മണിക്ക് നമ്മുടെ ലൈവിലുള്ളത്. ആ ലൈവിലേക്ക് അക്ഷയ് സാറും ഞാനും കൂടെ കയറിയിട്ട് തകർത്താടാൻ വേണ്ടി പോവാണ്. ഈ ലൈവിലേക്ക് നിങ്ങൾ വന്നോളൂ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്ക്, ഫ്രേസൽ വെർബ് 4 മാർക്ക്, എഡിറ്റിംഗ് 4 മാർക്ക്, കോൺവെർസേഷൻ ഫില്ലിംഗ് 5 മാർക്ക്, കംപ്ലീറ്റ് ചെയ്യാൻ ഫ്രം ദി ബ്രാക്കറ്റിൽ ഉണ്ടാവും, അത് നിർത്തിയാണ്ട് ഇവിടെ ഫില്ല് ചെയ്യാനാട്ടോ. അങ്ങനെ 4 മാർക്ക്. നൗൺ ഫ്രേസ് വെർബ് ഫ്രേസ് 2 മാർക്ക്. ടോട്ടൽ 21 മാർക്കാണ് നമുക്ക് ഉണ്ടാവല്. 21 മാർക്ക്. ശ്രദ്ധിക്കണേ, ഈ ഗ്രാമർ നിങ്ങൾക്ക് 1/2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്താൽ മതി.
അരമണിക്കൂർ സമയമുണ്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് കേട്ടോ, സമയം കിട്ടിയില്ല, എങ്ങനെയാണ് ഈ സമയം കിട്ടുന്നത്? നിങ്ങൾക്ക് ഈ ടൈമിംഗ് അറിയാഞ്ഞിട്ടാണെന്ന്. അപ്പൊ മക്കളെ, ഈ ടൈമിങ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണേ. ഗ്രാമർ പോർഷൻ അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ സമയം എടുത്താൽ നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ കിട്ടൂല. അരമണിക്കൂറിനുള്ള ഗ്രാമർ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ന്യൂസ് കേട്ടോളൂ, അവസാനം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടും മക്കളെ. 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. ഈ 10 മിനിറ്റിൽ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ? നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ ഹാപ്പി ആണോ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതുക കേട്ടോ. ഒരു പാരഗ്രാഫ്, ഒരു എസ് എഴുതുകയാണ്. എസ് ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഇവിടെ അങ്ങനെ നീങ്ങണില്ല. അപ്പൊ ഈ പോർഷൻ അവിടെ പെൻഡിങ് വെച്ചോ. എന്നിട്ട് അടുത്ത ആൻസർ ആണ് കോൺഫിഡന്റ് എങ്കിൽ അതിലേക്ക് കയറിക്കോ. പിന്നെ ഈ അവസാനം 10 മിനിറ്റ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ സാറേ, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു പേജ് കിട്ടിയാല് അല്ലെ, ഇതിൽ എങ്ങനെയാണ് സാറേ 6 മാർക്കിന് ആൻസർ ചെയ്താ? ഇത് നിങ്ങളെ മാർജിന് വന്നാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. നിങ്ങൾ നോട്ടീസ് ആണ് എഴുതുന്നതെങ്കിൽ, നിങ്ങളെ മാർജിൻ ആണെങ്കിൽ ഇപ്പൊ 13ാമത്തെ ചോദ്യം നോട്ടീസ് ആണെങ്കിൽ എന്റെ മക്കൾ എങ്ങനെ എഴുതണം എന്നറിയോ? നോട്ടീസ് എന്ന് എഴുതിയിട്ട് 2 കുത്തിടുക, വരയിടുക. ഇത് എന്തിനാണെന്നറിയോ? ഇതിന്റെ അടിയിൽ ഇനി നിങ്ങളൊരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ആ ബോക്സിന്റെ ഉള്ളിൽ നോട്ടീസാന്നുള്ളത് അല്ലേ, അത് എല്ലാ അധ്യാപകർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി 14ാമത്തെ സ്പീച്ച് ആണെങ്കിലോ, 14 സ്പീച്ച്, 2 കുത്ത് വരാം. ഇനി ഇതിനടിക്ക് നിങ്ങൾ എഴുതുന്നതെല്ലാം എന്താണ് പറയാ? സ്പീച്ചാണ്. നോക്കുന്ന ആളെ സംബന്ധിച്ച് നിങ്ങളെ പേപ്പർ നോക്കുമ്പോൾ എന്തൊരു ഭംഗി ഉണ്ടാവും. ആൻസറിലെ കറക്റ്റ് ആൻസർ. ഇനി കൂടുതൽ വായിക്കാൻ നിൽക്കൂല അവർ. കാര്യം എന്താണ്? ഹെഡിങ് കാണുമ്പോഴേ ചെക്കൻ പൊള്ളിയാണ് അല്ലേ, അല്ലെങ്കിൽ കുട്ടി പൊള്ളിയാന്ന് മനസ്സിലാവും. അപ്പം നമ്മളെ മാർക്ക് ഇങ്ങനെ ചെന്നാ പിന്നെ ഇട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആൻസർ ഷീറ്റ്, നിങ്ങളെ പ്രസന്റേഷൻ വളരെ അടിപൊളിയായിരിക്കണം. ഇനി എത്ര പേജ് വെച്ച് എഴുതണം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് നിങ്ങളുടെ പേജ് ആണെങ്കിൽ നിങ്ങൾ ഒരു 6 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇത് കംപ്ലീറ്റ് എഴുതണേ. ക്ലിയർ? 5 മാർക്കിന്റെ ചോദ്യമാണെങ്കിലോ ഇനി ഇത്ര എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾ ഡയറി ഒക്കെ ആണെങ്കിൽ അല്ലെ, ഇത്ര പോർഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 6 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് എഴുതണം. മനസ്സിലായല്ലോ? അപ്രീസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത് അത് കംപ്ലീറ്റ് എഴുതി വെക്കണം എന്ന്. അതിൽ കുറയ്ക്കരുത്. അപ്രീസിയേഷനിലൊന്നും ഒരു കുറവ് വരുത്തരുത്. ഈ പേജ് കംപ്ലീറ്റ് എഴുതണം എന്ന്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഹാപ്പി അല്ലേ നിങ്ങൾ? ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ആയിട്ട് അയക്കുക. അപ്പൊ ഈ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല, ഇന്ന് കൃത്യം 7 മണിക്ക് ഞാനും അക്ഷയ് സാർ നയിക്കുന്ന ഈ ഗ്രാമറിന്റെ പോർഷന്റെ കുറച്ച് ക്ലാസ്സും പിന്നെ കുറച്ച് പ്രഡിക്ഷൻസ് ആയിട്ട് ഞാനും അക്ഷയ് സാറും ഇന്ന് കൃത്യം 7 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.